മുട്ടയൊക്കെ കയ്യിലുള്ളപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട അടിപൊളി ആയിട്ടാട്ടോ ഇന്നത്തെ റെസിപ്പി. മറ്റൊന്നുമല്ല, എഗ് പെപ്പർ റോസ്റ്റിന്റെ റെസിപ്പിയാണ്. ഇച്ചിരി എരിവ് കൂടി ആയിട്ടാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ബുൾസൈഡ് രൂപത്തിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മസാലയൊക്കെ ആയിട്ട് ഒന്ന് യോജിപ്പിച്ച് ചിക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കാൻ. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. ആദ്യം തന്നെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള ഇതേപോലെ തീരെ കനം കുറച്ച് പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. സവാള അരിയുമ്പോൾ ഒരുപാട് കനത്തിലൊന്നും അരിയരുതേ, ഇതേപോലെ തീരെ കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുന്നവരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിലും സവാളയൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വഴന്ന് കിട്ടിക്കോളും. കണ്ടതാ, ഇതിപ്പോൾ പതുക്കെ ഒന്നും വാടി വന്നിട്ടുണ്ട് നമ്മുടെ സവാള. ഇതിനകത്തേക്ക് ഏകദേശം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതാട്ടോ എടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് എടുത്താലും മതിയാവും. അങ്ങനെതാ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആണെങ്കിലും പച്ചമണം നന്നായിട്ട് മാറി വന്നപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത്, ശരിക്കും തക്കാളിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ വെന്ത് യോജിച്ച് വരണം. അപ്പോൾ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ ഒന്നങ്ങോട്ട് തട്ടിപ്പൊത്തി വെച്ച് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. നന്നായിട്ട് പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വെന്ത് വന്നോളും. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. കണ്ടതാ, ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് ശരിക്കും തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്നും കൂടി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് 3/4 ടീസ്പൂൺ എടുത്തത്. നല്ല എരിവുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി എടുക്കുമ്പോൾ കുറച്ച് അധികം തന്നെ എടുക്കുക, എന്നാലാണ് ശരിക്കും ആ എഗ് പെപ്പർ റോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ എരിവ് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി കുറച്ച് ചേർത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ പൊടികളിലേക്ക് ആണെങ്കിലും പച്ചമണം നന്നായിട്ട് മാറി വന്നപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്രേവി പരുവത്തിൽ നമുക്ക് കിട്ടും. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട, കുറച്ച് മാത്രം ചേർത്താൽ മതി. ഒരുപാട് ഡ്രൈ ആവാണ്ട് ഇതേപോലെ ഒരു ഗ്രേവി പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് ഇതേപോലെ ശരിക്കും ഒന്നും കൂടെ റെഡി ആയിട്ട് വരുമ്പോൾ ഇതിലേക്കാണ് ഒരു 4 മുട്ട പൊട്ടിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മുട്ട പൊട്ടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബുൾസൈഡ് രൂപത്തിൽ അതേപോലെ തന്നെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്നും കൂടെ റെഡി ആയിട്ട് വരുമ്പോൾ ശരിക്കും മസാലയൊക്കെ ആയിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ച് ചിക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഏതായാലും ഇതേപോലെ നമ്മൾ സാധാരണ ബുൾസൈയൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ മസാലയോട് കൂടിയിട്ടുള്ള ബുൾസൈ എന്നുള്ള രീതിയിലാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഗ്യാസിന്റെ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് അടുക്കി പിടിക്കും. കുറച്ചോ അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ചാൽ മാത്രം മതി. നന്നായിട്ട് തന്നെ ഒന്നും കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഏറ്റവും മേളിലേക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ഒന്നും കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബുൾസൈ ഇതേപോലെ ഓരോന്നെടുത്ത് മറിച്ചിട്ടും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ ബുൾസൈ എടുക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഗ്യാസൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരുപാട് അങ്ങോട്ട് ചൂടൊന്ന് ആറിപ്പോകുന്നതിന് മുമ്പേ ചെറു ചൂടോടുകൂടി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി നല്ല ചൂട് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല എരിവുണ്ട്. ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം ഒന്നും കുരുമുളക് പൊടി കുറച്ച് ചേർക്കുക. ബാക്കി മസാലയും അതനുസരിച്ച് ഒന്നങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സിമ്പിൾ കുറച്ച് റിച്ചുമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ബൈ.